തിരുവനന്തപുരം നെടുമങ്ങാട് പൊട്ടിവീണ വൈദ്യുതി ലൈനിൽ നിന്ന് ഷോക്കേറ്റ് 19-കാരന് ദാരുണാന്ത്യം. പനയമുട്ടം സ്വദേശി അക്ഷയാണ് മരിച്ചത്. അടുത്തെത്തിയ ശേഷമാണ് മരം ഒടിഞ്ഞു കിടക്കുന്നത് കണ്ടതെന്നും ബൈക്ക് നിർത്താനായില്ലെന്നും അക്ഷയ്ക്കൊപ്പം ഉണ്ടായിരുന്ന സുഹൃത്ത് അമൽനാഥ് 24 പറഞ്ഞു. നമ്മൾ ഒരുമിച്ച് കേറ്ററിങ്ങിന് പോയിട്ട് വരുന്ന വഴി പുത്തൻകുന്ന് എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ച് പോസ്റ്റും വീണ് ഒരു മരവും റോഡ് വീണ് കിടക്കുമായിരുന്നു. അടുത്തെത്തിയപ്പോഴാണ് കണ്ടത്. ദൂരെ നിന്ന് വേറെ വെട്ടമൊന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മൾ കണ്ടില്ല. അടുത്തെത്തിയപ്പം കണ്ട് ബ്രേക്ക് പിടിച്ചിട്ട് നിർത്താൻ പറ്റിയില്ല. അപ്പോൾ തന്നെ ആ കമ്പിൽ ഇടിച്ച് നമ്മൾ തെറിച്ച് വീണ്. ബാക്കിലിരുന്ന ഞാനും വിനോദ് ചേട്ടനും തെറിച്ച് വീണ്. ഇവനെ കിച്ചു ആണെങ്കിൽ അവിടെ തന്നെ ബൈക്കിൽ കാലായി അവിടെ തന്നെ കിടക്കുമായിരുന്നു. നമ്മൾ വീണ് എണിച്ചു വന്ന് ഇവനെ പിടിച്ചതും നമ്മളെ ഷോക്കടിച്ച്. ഇവന്റെ ദേഹത്ത് ഇറത്തുണ്ടായിരുന്നു. എന്നിട്ട് അവന്റെ കാലിൽ കൂടെ ലൈൻ കമ്പ് ചെയ്ത് പോണ കണ്ട് നമ്മൾ കമ്പും ഒരു ഹെൽമെറ്റൊക്കെ വെച്ച് ഇത് പൊക്കാൻ നോക്കിയിട്ട് അവനെ പിടിച്ച് വലിക്കാൻ ശ്രമിച്ചിട്ടും ഇതുണ്ട് അവന്റെ എർത്തുണ്ടായിരുന്നു. പിന്നെ ഇട്ടിരുന്ന ഷർട്ടൊക്കെ ഊരിയാണ് നമ്മൾ അവനെ കാലിൽ കൂടെ ഇട്ടാണ് പിടിച്ച് നീക്കി കിടത്തിയത്. ഇതാണ് അത്ര നേരം അവനെ ഷോക്ക് കയറ്റി. അപ്പൊ അവന്റെ ബോധമില്ലായിരുന്നു. KCB പോസ്റ്റിന് ബലക്ഷയം ഉണ്ടായിരുന്നുവെന്ന് MLA DK മുരളി സമ്മതിക്കുന്നുണ്ട്. ആ പ്രതികരണത്തിലേക്ക്. പ്രൈവറ്റ് പ്രോപ്പർട്ടിയിലൊരു മരമാണ് ഒടിഞ്ഞു വീണത്. അവിടെ മരങ്ങൾ മുറിച്ചു മാറ്റണമെന്ന് ആവശ്യപ്പെട്ടിട്ട് അവരത് ചെവിക്കൊണ്ടില്ല എന്നൊരു വാർത്തയും കേൾക്കുന്നുണ്ട്. ഇതെല്ലാം ഈ സന്ദർഭത്തിൽ അന്വേഷിക്കേണ്ടത് തന്നെയാണ്. പ്രത്യേകിച്ച് ഈ മഴക്കാലത്തൊക്കെ എല്ലാ ലൈനുകളും ഓവർഹെഡ് ലൈനാണ്. അപ്പോൾ എവിടെയാണ് എന്താണ് സംഭവിക്കുന്നതെന്ന് അറിയാൻ പറ്റുന്നില്ല. അക്കാര്യത്തിൽ ഇലക്ട്രിസിറ്റി ബോർഡിൻ്റെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും അനാസ്ഥ വന്നിട്ടുണ്ടെങ്കിൽ അതുൾപ്പെടെ അന്വേഷിച്ച് നമുക്ക് കണ്ടെത്തേണ്ടതാണ്. നമുക്കേതായാലും ഇപ്പോൾ ഒരു ചെറുപ്പക്കാരൻ്റെ ജീവൻ നഷ്ടപ്പെട്ടു. ആ കുടുംബത്തോടൊപ്പം നിന്ന് അവരെ ആശ്വസിപ്പിക്കുക എന്നുള്ളതാണ് പ്രാഥമികമായ ഒരു കടമ.